ഗാനഗന്ധർവൻ യേശുദാസിനെക്കുറിച്ചുള്ള ഒരു സംഭവം ഓർത്തെടുത്ത് ഗാനരചയിതാവ് എം.ഡി. രാജേന്ദ്രൻ. കൂടും തേടി എന്ന സിനിമയിലെ വാചാലം എൻ മൗനവും എന്ന ഗാനം പാടിയപ്പോഴുള്ള അനുഭവമാണ് ഇദ്ദേഹം ഓർത്തെടുത്തത്. യേശുദാസിൻ്റെ തന്നെ തരംഗിണി സ്റ്റുഡിയോയിൽ വെച്ചാണ് ഈ പാട്ട് യേശുദാസ് പാടിയത്. മകൻ വിജയ് യേശുദാസിനോട് അന്ന് യേശുദാസ് ദേഷ്യപ്പെട്ടെന്ന് എം.ഡി. രാജേന്ദ്രൻ പറയുന്നു. സഫാരി ചാനലിലാണ് പരാമർശം. പുള്ളി പാടാൻ വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ട്യൂൺ കേട്ടുകഴിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊരുത്തനെ പുള്ളി വിളിച്ചു. ദാസേട്ടൻ പഠിച്ച ആ പാട്ട് കുട്ടിയെ പാടി കേൾപ്പിച്ചു. മോനെ, നീ ഒന്ന് പാട് എന്ന് പറഞ്ഞു. വാചാലം എൻ മൗനവും നിൻ മൗനവും. മോൻ പാട് എന്ന് ദാസേട്ടൻ. മോൻ മടിച്ചു. വിജയ് എന്ന മകനാണത്. അവൻ പാടാതെ മടിച്ചു നിന്നു. സ്റ്റുഡിയോയ്ക്കകത്താണിത്. പാട് എന്ന് വീണ്ടും ദാസേട്ടൻ. അദ്ദേഹത്തിൻ്റെ മൂഡ് പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് ദേഷ്യം വരുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു. ദേഷ്യം വന്ന് പാട് എന്ന് ദാസേട്ടൻ ഫീൽ ചെയ്ത് പറഞ്ഞു. ആജ്ഞയാണ്. അവസാനം വിജയ് പേടിച്ച് പാടി. മതി എന്ന് പറഞ്ഞ് അവനെ പുറത്തേക്ക് വിട്ടു. ദാസേട്ടൻ ആകെ അസ്വസ്ഥനായി. ആകെ പ്രശ്നം. പുള്ളിയും പുറത്തേക്ക് പോയി. പക്ഷേ പെട്ടെന്ന് പുള്ളി തിരിച്ചു വന്നു. പതിവില്ലാതെ സോറി പറഞ്ഞു. ജെറി, ഐ എം സോറി. അവൻ പാടാതിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഭൂതകാലം ഓർത്തു. വളരെ ചെറുപ്പത്തിലാണ് എന്നെ എൻ്റെ അച്ഛൻ പാട്ട് പഠിപ്പിച്ചത്. അന്ന് നിഷ്ഠയോടുകൂടി എൻ്റെ അപ്പൻ പറയുന്ന പാട്ട് ഞാൻ അതുപോലെ പാടിയത് കൊണ്ടാണ് ഇവർക്കൊക്കെ വലിയ ബംഗ്ലാവും സുഖസൗകര്യങ്ങളും ഉണ്ടായത്. എനിക്കിതൊന്നും ഉണ്ടായിരുന്നില്ല. അത്ര നിഷ്കർഷിച്ചാണ് ഞാൻ പഠിച്ചത്. എൻ്റെ മോൻ വിജയ് അത് ചെയ്തില്ലല്ലോ എന്നതിൽ എനിക്ക് വലിയ വിഷമം തോന്നിയെന്ന് ദാസേട്ടൻ പറഞ്ഞു. കുറച്ചു നേരം പുള്ളി ഒരു സാധാരണ പിതാവായി മാറി. ഒരച്ഛൻ്റെ ദുഃഖം ഞങ്ങൾ കണ്ടു. പക്ഷേ കാലം തെളിയിച്ചു, അദ്ദേഹം ദുഃഖിക്കേണ്ടി വന്നില്ല. വാചാലം നിൻ മൗനവും എന്ന ഇതേ പാട്ട് യേശുദാസിനോളം വളർന്ന മകൻ ഗൾഫിലൊരു പരിപാടിയിൽ പാടുന്നു. മോഹൻലാലാണ് ഈ പാട്ടിൽ അഭിനയിച്ചത്. ആ മോഹൻലാലിൻ്റെ ഷോയിലാണ് വിജയ് യേശുദാസ് ഈ പാട്ട് പാടിയത്. വിധിയുടെ കളി ആലോചിച്ച് നോക്കൂ. മകൻ പാട്ടുകാരനാകണമെന്നും സംഗീതത്തെ സ്നേഹിക്കണമെന്നും ദാസേട്ടൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അച്ഛൻ്റെ പാട്ട് മകൻ പാടുന്നു. ഇതിൽ പരം ഒരു ധന്യത എന്തുണ്ടെന്നും എം.ഡി. രാജേന്ദ്രൻ പറഞ്ഞു.